യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 52-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെയാണ് ഞാൻ. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ എന്തായിരിക്കണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ തഴച്ചു വളരുന്ന ഒരു ഒലിവുമരം പോലെയായിരിക്കണം നമ്മൾ. ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൽ നിന്നും വളം വലിച്ചെടുത്ത് നമ്മൾ തഴച്ചു വളരണം. നമ്മളെ കാണുന്ന ആരും പ്രഘോഷിക്കണം അവൻ്റെ കൂടെ ദൈവമുണ്ടെന്ന്. അങ്ങനെ ദൈവകരുണ കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട്, ദൈവീക സമൃദ്ധി കൊണ്ട് നീ തഴച്ചു വളരുന്ന ഒരു ഒലിവുമരം പോലെയായി മാറും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നെ സഹായിക്കുവാൻ ഈ ഭൂമിയിൽ ആരുമില്ലെങ്കിലും ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകും. ആ ദൈവീക കാരുണ്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോന് നന്ദി പറയാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കുടുംബസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവം തൻ്റേതാക്കി സ്വീകരിക്കുവാൻ അവരെല്ലാം ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ ഏകകർത്താവായ സർവാധിപനായ സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.